ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഞാൻ ഇന്നത്തെ ദിവസം നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന്, അതായത് ഈ ഒരു മാസത്തിന് എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഇന്നത്തേക്ക് എൻ്റെ ലൈഫിലേക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് 11 വർഷമായ ഒരു ദിവസമാണ്. അതായത് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ല, ഞങ്ങൾ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്ത ഫസ്റ്റ് ഡേ ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ലൈഫിൽ അള്ളാഹു തന്ന ഒരു അനുഗ്രഹവും കൂടിയാണ് ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ. കാരണം എന്നെപ്പോലെ ഒന്നിനെ സഹിക്കുക എന്ന് പറയണത് തന്നെ അത് ഏറ്റവും വലിയ പുണ്യം ചെയ്തൊരു കാര്യമാണെന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് പറയേണ്ടത് വെച്ചാൽ എനിക്കറിയില്ല. കാരണം എന്നാൽ അത്ര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റും കൂടിയാണ് ഈ ഒരു ദിവസത്തിന്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലേക്ക് ലീവിന് പോയതാണ്, വെക്കേഷനായിട്ട് പോയതാണ്. അപ്പോൾ സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യാമെന്നൊന്നും കൂടി ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്നാൽ എൻ്റെ ലൈഫിൽ ആ മൊമെൻറ്റ്സ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്നുള്ളതും കൂടിയാണ് കേട്ടോ. പക്ഷേ എൻ്റെ അവസ്ഥ ചിലവർക്കൊക്കെ അറിയാം. പക്ഷേ ആ ഒരു ഇതും ആ ഒരു കുറവും ഒന്നും പ്രശ്നമല്ല എന്ന് വിചാരിച്ചാണ്ട് എന്നെ ലൈഫിലേക്ക് സ്വീകരിച്ച ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ ആൾ. കാരണം എന്നാൽ ആളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാക്കുകളില്ല. കാരണം അത്രക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾ. കാരണം എന്താ വെച്ചാൽ നോർമലി പറഞ്ഞ ഒരു വ്യക്തിനെക്കാട്ടി എത്രയോ ഇതായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ കാലിന് ചെറിയൊരു ഇഷ്യൂസ് ഉള്ള കാരണം ഓരോ ടൈമിൽ ഓരോരുത്തർ കാണുമ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടാണ് അവരെല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു ഒരു പാവം മാതിരി ഒരു സെൻറ്റിമെൻറ്റ്സിലായിരുന്നു ചിലവരൊക്കെ തന്നെ ചില ആളുകളൊക്കെ കാണുന്നത്. പക്ഷെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് അതൊന്നും ഒരു പ്രശ്നമല്ല. നാളെ എനിക്ക് വന്നാൽ നീ എന്നെ കൂടെ നിൽക്കുമോ എന്നുള്ളൊരു ഇത് മാത്രമേ ക്വസ്റ്റ്യൻ മാത്രമേ മൂപ്പര് അന്ന് എന്നെ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് അതൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനല്ല സഹിക്കുന്നത്, മറ്റുള്ളവരല്ലല്ലോ എന്നൊരു ചോദ്യം അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തേക്ക് ഞങ്ങൾക്ക് 11 വർഷമായി. കാരണം ഇങ്ങനൊരു ആൾ എൻ്റെ ലൈഫിലേക്ക് തരും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റും സങ്കടവും ഒക്കെ ഉള്ള ഒരു ദിവസമാണ്. കാരണം എന്നാൽ ഇങ്ങനൊരാൾ നമ്മളെ ലൈഫിലേക്ക് വരിക പറഞ്ഞാൽ അത് ഏറ്റവും ഇന്നെപ്പോലുള്ള ഒരാൾക്ക് അത് ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അള്ളാഹു തന്നെ ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. മൂപ്പര് തന്നൊരു ഗിഫ്റ്റ് ഉണ്ട്. രാവിലെ തന്നെ മൂപ്പരിപ്പോൾ വെക്കേഷനായിട്ട് നാട്ടിൽ പോയിട്ടുണ്ട്. ചെറിയൊരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് നോക്കാം. അപ്പം ഷൈനിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. എന്താ പറയുക, കണ്ണിന്ന് വെള്ളമൊക്കെ വരിക. കാരണം ആ മൊമെൻ്റ് ആലോചിക്കുമ്പം, ആ ദിവസം ആലോചിക്കുമ്പം വല്ലാത്തൊരു ഇതാണ്. അതായത് ഇപ്പോൾ ഓഫീസ് വർക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിലേക്ക് പോകുമ്പോൾ നല്ല എക്സിക്യൂട്ടീവ് ആയിട്ട് പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഷർട്ടുണ്ട്, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വാവ്, നല്ലൊരു ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റും നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള ഷർട്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല തിക്കുണ്ട്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ. നല്ല ബ്ലൂ കളറിൽ, ബ്ലൂവിൽ ലൈറ്റായിട്ട് വൈറ്റ് വന്ന് ഷാഡോ വന്നിട്ടുള്ള ഒരു ഇത് കേട്ടോ ഡിസൈൻ. ഇനി അടുത്തത് നോക്കാം. വാവ്, ഇതൊക്കെ വൈറ്റിൽ ഒരു ലൈറ്റ് കാപ്പി വരുന്ന ഒരു ഡിസൈൻ കേട്ടോ. നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. ഞാനെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ ലുക്കൊന്നും കിട്ടൂല. നമ്മൾ പറഞ്ഞാൽ ഞാൻ അധികം ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന എനിക്ക് വില അല്ല ഞാൻ നോക്കുക, വില നോക്കും. കാരണം പ്രൈസ് നമ്മൾ നോക്കുമ്പം ഹൈ ക്വാളിറ്റി ആണെങ്കിൽ അല്ലേ. നമുക്ക് പറഞ്ഞാൽ ഈ ഡേ ടു ഡേന്ന് 100 ദിറംസിന് 10 20 കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും ഞാൻ കൂടുതൽ നോക്കാറ്. ക്വാളിറ്റി നോക്കില്ല. കാരണം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എങ്ങനെ വാങ്ങാമെന്നുള്ളതാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തത്. പക്ഷെ മൂപ്പര് അങ്ങനെയല്ല, മൂപ്പര് നല്ല ക്വാളിറ്റി നോക്കും. പിന്നെ അതുപോലെ തന്നെ വില മൂപ്പര് പ്രശ്നമാക്കണമല്ല. പക്ഷേ
ക്വാളിറ്റി നോക്കും, സാധനം നന്നാവണം, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളതാണ് മൂപ്പരെടുക്കുക. നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു ഡിസൈന്. ഇനി അതിൻ്റെ വേറൊരു ടൈപ്പും കൂടി ഉണ്ട്. ഇത് ലൈന് വന്നിട്ട് കേട്ടോ, അതായത് വൈറ്റുമ്മലും കാപ്പി കളറിൽ ലൈൻ വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഇന്നൊക്കെ ചെയ്തുകൊണ്ട് ഓഫീസിലേക്കൊക്കെ പോകുക പറഞ്ഞാൽ നല്ല രസമായി കാര്യം. ഓക്കെ, ഇനി അടുത്തത് വാവ്, നല്ല രസമുണ്ട്. ഇതിലേക്ക് സെറ്റായിട്ട് പാൻറ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വേറെ പാൻറ് മാച്ച് ചെയ്ത് നോക്കണമെന്നില്ല. പക്ഷേ ഇതൊരു ഓഫീസ് ലുക്ക്, എക്സിക്യൂട്ടീവ് ലുക്ക് ഉണ്ട്. എന്താ ഇതിങ്ങനെ ഇട്ടുണ്ട്, നമ്മൾ ഓഫീസിലേക്കൊക്കെ പോകാൻ പറ്റിയ നല്ല തോതിൽ നല്ല രസമുണ്ട് കേട്ടോ. ഏതായാലും എടുത്ത് നല്ല കളക്ഷൻസും ഉണ്ട്. മൂപ്പര് എടുക്കുന്ന പറഞ്ഞാൽ ഹസ്ബൻഡ് എടുക്കുന്ന സമയത്ത് നല്ല കളക്ഷൻസ് നോക്കും. അതായത് മൂപ്പർക്ക് നല്ല എനിക്ക് മാച്ച് ആയത് എന്താണോ അതാണ് മൂപ്പർ സെലക്ട് ചെയ്യുക മാക്സിമം. ഞാനാണല്ലേ ഏതെങ്കിലും കുതിര ചെറിയ വിലക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ നോക്കി. പക്ഷേ എടുക്കുമ്പോൾ ഞാൻ ക്വാളിറ്റി നോക്കും, പക്ഷേ മാക്സിമം വില പ്രൈസ് ലോ ഒക്കെയാണ് എടുക്കുക. പക്ഷേ മൂപ്പര് എടുത്ത സാധനമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓഫീസിലേക്ക് ഇടുമ്പോൾ ഇതിന് ഓരോന്നൊക്കെ തന്നെ ഓരോ ദിവസം ഓഫീസിലേക്ക് ഇടാം. ഏതായാലും നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ വെച്ചാൽ ഈ ഒരു കളറില്ലേ, വൈറ്റിൽ കാപ്പി കളർ വന്ന്, അതായത് ചെറിയൊരു ചിക്കു കളറാണ് ഇത് വരുന്നത്. ചിക്കുവിൽ കാപ്പി കളർ വന്നിട്ട് അതിഷ്ടമായി. പിന്നെ ഇതാ ബ്ലൂ, എല്ലാം ഇഷ്ടമായിട്ട്. പക്ഷെ കൂടുതലായിട്ട് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി ഈ രണ്ടുമാണ് കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷേ ഞാനായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഞാനത് എന്ന് വെച്ചാൽ ഞാൻ മറന്നിരുന്നു. അതായത് ഇന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ ശരിക്കും മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മൂപ്പര് ഓർത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചല്ലോ, അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്നല്ലേ. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനി കാണാത്തവരുടെയും കാണണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.